ഇപ്പോൾ നമുക്കൊപ്പം ചിന്ത കൂടി ചേരുകയാണ്. ചിന്ത, കിട്ടിയ ഫണ്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് പറയുന്നത്. നിങ്ങൾ ഒന്നും ചെയ്തില്ല, ഒരു തലമുറയുടെ കാലം അത്രയും നിങ്ങൾ വേസ്റ്റാക്കി, അതായത് 25-30 കൊല്ലം നിങ്ങൾ വേസ്റ്റാക്കി എന്നാണ് പറയുന്നത്. കേൾക്കുമ്പോ ഇവരൊക്കെ കൊല്ലത്ത് തന്നെയാണോ ജീവിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കൊല്ലം നേരിട്ട് വന്നൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു അഭിപ്രായം പറയില്ല. ഇപ്പൊ കൊല്ലത്തെ വികസനം എന്ന് പറഞ്ഞാൽ 30 വർഷക്കാലമായി LDF ആണ്, മുനിസിപ്പാലിറ്റി ആയിരുന്നു, പിന്നീട് കോർപ്പറേഷൻ ആകുന്ന സമയത്ത് ഇവിടെ ആർക്കും ബോധ്യപ്പെടുന്ന തരത്തിലുള്ള മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ രേണുക തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ച വി പാർക്ക് ഒരു കൃത്യമായ ഉദാഹരണമാണ്. ഒരു കോർപ്പറേഷൻ ഒരു IT പാർക്ക് ആരംഭിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതേപോലെ തന്നെ എത്രയോ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കുരീപ്പുഴ ചണ്ടിടിപ്പോ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അത് പൂർണ്ണമായും ബയോമൈനിങ്ങിലൂടെ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം മാറ്റി നീക്കം ചെയ്ത് സുന്ദരമായ പ്രദേശമായി, പൂന്തോട്ടമായി അവിടെ IT പാർക്ക് തുടങ്ങാൻ പോകുന്നു. വേണമെങ്കിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉൾപ്പെടെ തുടങ്ങാൻ പറ്റുന്ന, ടൂറിസത്തിന്റെ എല്ലാം വികസനത്തിന്റെ ഭാഗമായി തുടങ്ങാൻ പറ്റുന്ന മനോഹരമായ സ്ഥലമായി അത് മാറി എന്നുള്ളതാണ്. പണ്ട് വേസ്റ്റ് നിക്ഷേപിച്ചിരുന്ന സ്ഥലമാണ്. പിന്നീട് കൊല്ലത്തിന്റെ ഇപ്പൊ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കുന്ന കാര്യമായാൽ സ്കിൽ ടെക്, ദീപങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതി 10 രൂപയ്ക്ക് ഇവിടെ പ്രഭാത ഭക്ഷണം കോർപ്പറേഷന്റെ വകയായിട്ട് കൊടുക്കുകയാണ്. ഇവിടുത്തെ അംഗനവാടികൾ കണ്ടാൽ നമുക്കറിയാം ഹൈടെക് ആക്കി മാറ്റുകയാണ്. ഏറ്റവും മികച്ച സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് പറഞ്ഞുള്ള പദ്ധതി. പിന്നെ പ്രകാശപൂരിത കൊല്ലം, ഇപ്പൊ ഏത് തെരുവ് വിളക്കാ കത്താത്തതെന്ന് മനസ്സിലാകുന്നില്ല. നമുക്ക് പോയി നോക്കിയാൽ അറിയാം, ഇവിടുത്തെ തെരുവ് വിളക്കുകളെല്ലാം കത്തുന്നുണ്ട്. അതുപോലെ തന്നെ അഷ്ടമുടിക്കായലിന്റെ നവീകരണവും അഷ്ടമുടിക്കായലിന്റെ ശുചീകരണ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനമായി. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്നൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ കൊല്ലത്ത് ഇനിയിപ്പോൾ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്ന തുക, സംസ്ഥാന ഗവൺമെന്റ് കൊല്ലത്തെ പ്രത്യേകമായി കണ്ടുകൊണ്ട് ഇപ്പം നമ്മൾ നിന്ന് സംസാരിക്കുന്ന ബീച്ചിൽ ഉൾപ്പെടെ ബീച്ചിന്റെ പ്രവർത്തനങ്ങൾ, ബീച്ചിൽ വരുന്ന ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവിടെ തിരുമുല്ലവാരത്ത് വരാൻ പോകുന്ന ഓഷൻ ഏരിയ, അങ്ങനെ SN ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് ആരംഭിച്ചു. അത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രധാന ശിഷ്യരിൽ ഒരാളായിട്ടുള്ള കുമാരനാശാൻ ഉൾപ്പെടെ ഷെയർ ഉണ്ടായിരുന്ന കമ്പനി അത് വാങ്ങിയിട്ടാണ്. അപ്പൊ അവിടേക്ക് വരാൻ പോകുന്ന മേൽപ്പാലം. അപ്പം അങ്ങനെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക നിലയം ഈ കൊല്ലം നഗരത്തിനകത്ത് വരികയാണ്. അപ്പോൾ ഒരു കൊല്ലം കോർപ്പറേഷൻ 25 വർഷങ്ങൾ കൊണ്ട് നടത്തിയിട്ടുള്ള വികസനം എല്ലാവർക്കും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ചിന്ത, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ചൂണ്ടിക്കാട്ടാൻ ഉണ്ടാകും കാര്യങ്ങൾ. 25 വർഷമായി ഭരിക്കുന്നവരെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടാൻ ചില കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് മതിയായോ, അതാണോ പര്യാപ്തം എന്നതാണ് ഇവിടെ വരുന്ന ചോദ്യം. മാത്രവുമല്ല, 25 വർഷം തുടർച്ചയായി ഭരണമെന്ന് പറയുമ്പോൾ അതിനെതിരായ ഒരു വികാരം എന്നത് സ്വാഭാവികമാണല്ലോ. മാത്രവുമല്ല, സംസ്ഥാന ഭരണം അത് തുടർഭരണമായിരുന്നു. അപ്പോൾ 10 വർഷത്തെ ആ ഭരണമുണ്ട്. അപ്പോൾ 2 തരത്തിലും ഉണ്ടാകാൻ പോകുന്ന ഒരു ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു വികാരം എന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഈ മുൻപ് ഞങ്ങളുടെ ഉറച്ച കോട്ട എന്ന് പറയുന്ന അതേ വിശ്വാസത്തിൽ, ആത്മവിശ്വാസത്തിൽ ഇപ്പൊ കൊല്ലത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? 100% ഉറച്ച ആത്മവിശ്വാസമാണ്. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, LDF തുടരും, നാട് വളരുമെന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു വാക്ക് യഥാർത്ഥത്തിൽ നമുക്കിപ്പോ ഉപയോഗിക്കാനേ കേരളത്തിൽ കഴിയില്ല. കാരണം നവകേരള പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഈ ഭരണത്തിൽ ഓരോ ജനങ്ങൾക്കും ലഭ്യമാകുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും തൃപ്തരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ കറണ്ട് കട്ട്, പവർ കട്ട്, ഈ 10 വർഷങ്ങളിൽ ആ പവർ കട്ട് ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കിടന്നതാണ് 18 മാസം. ആ കുടിശ്ശിക പൂർത്തീകരിച്ച് വർദ്ധിപ്പിച്ച് ഇപ്പോൾ 2000 രൂപയാക്കി നൽകുകയാണ്. അപ്പൊ ഈ മാസം കയ്യിലേക്ക് കിട്ടിയത് കഴിഞ്ഞ മാസത്തെ 1600-ഉം ഇമാസത്തെ 2000-ഉം കൂടെ ചേർത്ത് 3600 രൂപയാണ്. അപ്പൊ വീട്ടമ്മമാരുടെ പെൻഷൻ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നൊക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ പ്രകടന പത്രികയ്ക്കകത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നത് 2500 രൂപയാക്കുമെന്നുള്ളതാണ്. അതെങ്ങനെ പാഴാക്കി? അതാണ് ഞാൻ പറയുന്നത്. 18 മാസം കുടിശ്ശികയായിട്ടാണ് ഉമ്മൻചാണ്ടി സാറ് ഇറങ്ങിയത് ക്ഷേമ പെൻഷൻ നൽകാതെ. ആ കുടിശ്ശിക മുഴുവൻ കൊടുത്ത് തീർത്ത് വർദ്ധിപ്പിച്ചാണ് പോകുന്നത്. അതുപോലെ തന്നെ വീട്ടമ്മമാരുടെ പെൻഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ അത് നടപ്പിലാക്കുകയാണ്. കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ചെറുപ്പക്കാരെ സംബന്ധിച്ച്, ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം, അവർക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ്. അപ്പൊ അങ്ങനെ ഓരോ മേഖലയിലും, കുടുംബശ്രീ മേഖലയ്ക്കകത്ത്, ആശാവർക്കർമാരുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്നതിനകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ. അപ്പൊ ഇതെല്ലാം ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. എപ്പോഴെങ്കിലും നമുക്കിപ്പോ വിലക്കയറ്റത്തെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ടോ? ഈ ഓണം കഴിഞ്ഞല്ലോ,
ഒരു പട്ടിണി നമുക്ക് സമരം എന്തായാലും ഒരു അടുത്ത പട്ടിണി സമരം കണ്ടോ? ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകർ അല്ലെങ്കിൽ മറ്റ് വലിയ ഓഡിയൻസിലേക്ക് മാറ്റമാണ് കൂടി ഇവിടെ പോകാം. ഉണ്ടാകുന്നത്. വിലക്കയറ്റം എന്താണ്, പ്രശ്നം എന്താണ് എന്നത് അവർ കൂടി വിലക്കയറ്റത്തിന്റെ കാര്യത്തിലൊക്കെ അവർക്ക് കൂടി പറയാൻ പറ്റും. ഇവിടെ ഇപ്പൊ ഒരു കാര്യം, ഇവിടെ ഇപ്പോ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുണ്ടല്ലോ. ഈ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് പെൻഷൻ ഉൾപ്പെടെ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം വളരെ ജനക്ഷേമകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് അവസാന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കുക എന്ന് പറയുന്നത് സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ BJP കഴിഞ്ഞ തവണ 6 സീറ്റ് എന്ന് പറയുമ്പോൾ 16 2ാം സ്ഥാനത്ത് വന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരേ സമയം ഇടതുപക്ഷവും BJPയും ഒരു ഭീതിയാണ്. അവിടെ നിങ്ങൾ മാന്യമായ ഒരു നമ്പർ ഉണ്ടാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു